നമസ്കാരം. കണ്ണൂർ വിഷൻ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ ക്വസ്റ്റ്യനാക്കളുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മുടെ ഇന്നത്തെ അധ്യായം ചിത്രീകരിക്കുന്നത് സെഞ്ചുറി ഫാഷനിലാണ്. വർണ്ണവസ്ത്രങ്ങളുടെ ഏറ്റവും വലിയ ലോകം സെഞ്ചുറി ഫാഷൻ. അവിടെ നിന്നാണ് നമ്മുടെ എപ്പിസോഡ് ചിത്രീകരിക്കുന്നത്. ഇപ്പം ഞാനുള്ളത് സെഞ്ചുറി ഫാഷൻ്റെ കുട്ടികളുടെ സെക്ഷനാണ്. മുകളിലത്തെ ഫ്ലോറിലാണ്. അപ്പോൾ അവിടെ കുട്ടികളുടെ സെക്ഷനാണുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് കുട്ടികളുടെ സെക്ഷനിലാകുമ്പോൾ കുട്ടികളും ഉണ്ടാവും, മുതിർന്നവരും ഉണ്ടാവും അല്ലേ. അപ്പോൾ അവരോടായിട്ടാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലെ ചോദ്യം പങ്കുവയ്ക്കുന്നത്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഫാമിലി പരിചയപ്പെടുകയാണ്. മോളുടെ പേരെന്താ? ദുവ. എത്ര ക്ലാസ്സാണ് പഠിക്കുന്നത്? UKG. ഏത് സ്കൂളാ? ഓക്കെ. ഇനി ചേച്ചി പറ. ചേച്ചിയുടെ പേരെന്താ? സൈബ. ഇനീഷ് എന്താണ്? ഓക്കെ. എത്ര ക്ലാസ്സിൽ? ഏതാ സ്കൂള്? അതെവിടെയാ? ഇരിക്കൂർ. അപ്പോൾ അനിയത്തി എവിടെയാണ് പഠിക്കുന്നത്? രണ്ടാളും ഒരുമിച്ചാണ് പഠിക്കുന്നത്? ഒരേ സ്കൂളിലാണോ? അല്ല. രണ്ട് സ്കൂളിലാണ്. അപ്പോൾ എങ്ങനെയാണ്, ആരെയാണ് ആദ്യം കൊണ്ടാക്കുന്നത് സ്കൂളിൽ? രണ്ടാൾക്കും വണ്ടിയുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ. എത്ര മണിക്ക് വരും വണ്ടി? 9:05. അനിയത്തിനെ കൂട്ടാൻ എത്ര മണിക്ക് വരും? 8:30. ഇത്ര നേരത്തെ അനിയത്തി കൂട്ടാൻ വേണ്ടി വരുന്നത്? അല്ല, അനിയത്തിയുടെ സ്കൂള് ദൂരെയാണോ? നേരത്തെ തുടങ്ങിയിട്ട് നേരത്തെ വിടും. അതാണ്. അത് ശരി. എങ്ങനെയുണ്ട് നമ്മുടെ ഇത്തവണ പുതിയ വർഷം ക്ലാസ് തുടങ്ങിയപ്പോൾ എങ്ങനെയാ? പുതിയ കൂട്ടുകാരെയൊക്കെ കിട്ടിയോ? ആരൊക്കെയാ? രണ്ടുപേരും. കഴിഞ്ഞ തവണ പിന്നെ 5ാം ക്ലാസ് പഠിക്കും. ഇപ്പം എത്ര 5ലാണോ? 4ാം ക്ലാസ് പഠിക്കുമ്പോൾ കൂട്ടുകാർ ഇപ്പോൾ ഉണ്ടോ ക്ലാസ്സിൽ? അവരില്ല. എല്ലാം പുതിയ കൂട്ടുകാരാണ്. അടിച്ചുപൊളി അല്ലേ. ഓക്കെ. സാറിൻ്റെ പേര്? നജീബ്. എന്ത് ചെയ്യുന്നു? സൗദിയിലാണ്. എപ്പോഴാണ് നാട്ടിൽ വന്നത്? ഇന്നലെ. അപ്പം നമ്മളെ പെരുന്നാളിന് 2 ദിവസം മുന്നേ ആണ് ഇവിടെ നാട്ടിലെത്തിയത്. അപ്പോൾ എല്ലാ പെരുന്നാളിനും നാട്ടിലാണ് ഉണ്ടാകുന്നത് മിക്കവാറും. കഴിഞ്ഞ പെരുന്നാളിന് ഇവിടെ ഉണ്ടായിരുന്നു. ഈ പെരുന്നാളിന് ഇവിടെ ഉണ്ട്. ഓക്കെ. പെരുന്നാൾ ചോദിച്ച് ലീവ് വാങ്ങിച്ച് വരുന്നതാണ്. ഇങ്ങോട്ട് വരും. അപ്പം പിന്നെ ഇവിടെ നമ്മുടെ കേരളത്തിലുള്ള പെരുന്നാൾ ആഘോഷവും വിദേശത്തുള്ള പെരുന്നാൾ ആഘോഷവും നമ്മളൊരു വ്യത്യാസം എന്തെങ്കിലും? കേരളത്തിൽ ഒരു ദിവസം സ്കൂളുള്ളൂ, അല്ല ഇതുള്ളൂ, പെരുന്നാളേ ഉള്ളൂ. അവിടെ ആണെങ്കിൽ 3-4 ദിവസം പെരുന്നാളുണ്ട്. 3-4 ദിവസം പെരുന്നാൾ തന്നെയാണ്. അത്രയും ദിവസം ലീവ് തന്നെയാണ്. അടിച്ചുപൊളി. കമ്പനിയിൽ 7-8 ദിവസം ലീവ് ഉണ്ടാവും. 8 ദിവസം ലീവ് ഉണ്ടാവും. അത് ശരി. അപ്പം എല്ലാ ദിവസം കൂടി എല്ലാവരും കൂടി അടിച്ചു പൊളിക്കാം. എല്ലാ ദിവസം അടിച്ചു പൊളിക്കാം. നമ്മൾ ഇവിടെ ഇപ്പം നമ്മൾ പെരുന്നാളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം, അതായത് ഒന്ന് നമ്മൾ പുറത്ത് പോയിട്ട് വന്ന് പിന്നെ തീർന്നു. അന്നത്തെ പെരുന്നാൾ തീർന്നു. പക്ഷെ അവിടെ അങ്ങനെയല്ല. എല്ലാ ദിവസവും പെരുന്നാൾ തന്നെയാണ്. ഈ 8 ദിവസവും എല്ലാവരും ടൂറും അവിടെയൊക്കെ പോയിട്ട് അവിടെ ഫുഡ് എന്തായിരിക്കും? അവിടെ എന്ത് ബിരിയാണി? ഒട്ടകത്തിന്റെ ബിരിയാണി ശരിക്കും പറഞ്ഞാല് നമ്മൾ ഈ ചിക്കൻ ബിരിയാണിയാണോ, മട്ടൻ ബിരിയാണിയാണോ, ബീഫ് ബിരിയാണിയാണോ, അല്ലെങ്കിൽ ഒട്ടകത്തിന്റെ ബിരിയാണി ഏറ്റവും ടേസ്റ്റ് ഉണ്ടാകും? ബീഫാണ്. അതിലൊരു സംശയമില്ല. ഈ ബീഫ് എന്ന് പറയുമ്പോൾ നാവിനിങ്ങനെ വെള്ളം ഊറും. നല്ല ബീഫും ചൂട് പൊറോട്ടയും അതിന്റെ കൂടെ സവാളയും കൂടി കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് അത് വേറെ തന്നെ അല്ലേ. മലപ്പുറം പൊറോട്ടയും ബീഫും. അതെ. ബീഫും. അതുപോലെ തന്നെ പിന്നെ ബീഫിന്റെ കൂടെ പല ആൾക്കാർ ഈ പഴംപൊരി കഴിക്കുന്ന സംഭവം ഉണ്ടല്ലോ. പഴംപൊരി ഇപ്പൊ കണ്ണൂരാണ് അതിന്റെ ഇത് വന്നിട്ടുള്ളത്. മെയിനായിട്ട് ഈ തട്ടുകട സംസ്കാരത്തിൽ വന്നതാണ്. അങ്ങനെ ഭക്ഷണം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ മനസ്സിന് തൃപ്തിയാകുന്ന രീതിയിൽ കഴിക്കാന്നുള്ളതാണ്. വേസ്റ്റ് ആക്കരുത് എന്നുള്ള കാര്യം മാത്രം. അപ്പൊ ഞാൻ ചെറിയ ചോദ്യം ചോദിക്കാം. ചേട്ടൻ പറഞ്ഞു ഒട്ടക ബിരിയാണി ആയിക്കഴിഞ്ഞാലും മട്ടൻ ബിരിയാണി ആയാലും ചിക്കൻ ബിരിയാണി ആയാലും ബീഫ് ബിരിയാണി ആയാലും ഏറ്റവും ഇഷ്ടം ബീഫ് ബിരിയാണി കഴിക്കുന്നതെന്ന് ചേട്ടൻ പറഞ്ഞു. അപ്പോൾ ഒരു ചെറിയ ചോദ്യമാണ്. ഇത് പലരും കഴിക്കുന്നതാണ്. ഇതിൻ്റെ ആദ്യ ഭാഗം ഒരു ഇംഗ്ലീഷ് അക്ഷരത്തിൻ്റെ ഉച്ചാരണമാണ്, മധ്യഭാഗം ഒരു അവയവത്തിൻ്റെ ഉച്ചാരണമാണ്, അവസാന ഭാഗം ഒരു ഹിന്ദി വേർഡാണ്. എങ്കിലെന്താണ്? ആദ്യ ഭാഗം ഒരു ഇംഗ്ലീഷ് അക്ഷരത്തിൻ്റെ ഉച്ചാരണം, മധ്യഭാഗം ഒരു അവയവത്തിൻ്റെ ഉച്ചാരണം, അവസാന ഭാഗം ഒരു ഹിന്ദി വാക്ക്. ഇത് മൂന്നും ചേർന്ന പലരും കഴിക്കുന്നത് എന്താണ്? കഴിക്കുന്നതാണ്. സാർ കഴിച്ചിട്ടുണ്ടോ? ചിക്കൻ അല്ല. ആദ്യ ഭാഗം ഇംഗ്ലീഷ് അക്ഷരത്തിന് ഉച്ചാരണം, മധ്യഭാഗം ഒരു അവയവത്തിന്റെ ഉച്ചാരണം, അവസാന ഭാഗം ഒരു ഹിന്ദി ഭാഗം. ഷവർമ എന്നാ പറഞ്ഞിരിക്കണം. സോറി. അപ്പോൾ എന്നാലും പെരുന്നാൾ ആശംസകൾ. കാണാം. ഓക്കെ മോൾട്ടി. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, ശരി. ഇപ്പോൾ നമ്മൾ അടുത്തൊരു ഫാമിലിയാണ്.
പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമസ്കാരം സാർ. നമസ്കാരം. പേര്? നബീൽ. എവിടെ സ്ഥലം? കണ്ണൂർ. കണ്ണൂർ എവിടെ? കണ്ണൂർ സിറ്റി. കണ്ണൂർ സിറ്റി എവിടെ? സിറ്റിയിലെ നീർച്ചാൽ. ഓക്കെ. എന്താ ജോലി എന്താണ്? ഞാനിപ്പം DDDCയുടെ കൊറിയറിൻ്റെ വർക്ക് ചെയ്യുന്നു. എത്ര വർഷമായിട്ട്? ഞാനിപ്പം 1 വർഷമായിട്ട് അവിടെ തന്നെയാണ്. ഓക്കെ. മാഡത്തിൻ്റെ പേര്? ജാസ്മിൻ. എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാണ്. ബാബയുടെ പേര്? ഐസിൻ ആദം. ഷോർട്ടായിട്ട് എന്ത് വിളിക്കും? ആദു. ഹലോ ആദു. ഹായ്. 3 പേരെ വന്നുള്ളൂ? ആണ്. അപ്പം ആർക്ക് വേണ്ടി പറിച്ചത്? എനിക്കത് കുട്ടികളായതുകൊണ്ട് മോനോട്ടിന്. മോള് വന്നിട്ടില്ലേ? സ്കൂളിൽ എത്ര ക്ലാസ് നമ്മൾ പഠിക്കുന്നത്? 3ാം ക്ലാസ്സിൽ. അപ്പം സ്കൂളിൽ തുടങ്ങിയ ഉടനെ തന്നെ പെട്ടെന്ന് അവധി എടുക്കുന്നത് ശരിയല്ല. പിന്നെ പെരുന്നാളിൻ്റെ അവധിയൊക്കെ ഉണ്ട്, അന്ന് അടിച്ചു പൊളിക്കാം അല്ലേ? ഡ്രസ്സ് മോക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം ഏതാ? കളർ? അങ്ങനല്ല, ഉപ്പയും ഉമ്മയും എടുത്തു കൊടുക്കുന്നത് ഹാപ്പിയാണ്, നല്ല കാര്യം. അപ്പം എല്ലാ കുട്ടികളും അങ്ങനെ ആയിരിക്കണം. കാരണം ഉപ്പയുടെയും ഉമ്മയുടെയും സന്തോഷത്തിൽ നമ്മൾ ജീവിക്കുക, അതിലൂടെ നമ്മൾ സന്തോഷം കണ്ടെത്തുക. അപ്പോൾ ചെറിയ ചോദ്യം, അതിനടക്ക് പെരുന്നാളിന് എന്താ പരിപാടി? പെരുന്നാൾ കഴിഞ്ഞിട്ട് എന്താ പരിപാടി? സാധാരണ ബന്ധു വിട്ട് പോകും, അതിനുശേഷം പാർക്കിലോ ബീച്ചിലോ സിനിമ കാണാനോ എന്താ പരിപാടി? തീരുമാനിച്ചില്ല. മേഡത്തിൻ്റെ എന്താണ് ആഗ്രഹം? എങ്ങനെ? പ്രത്യേകിച്ചൊന്നുമില്ല. ശരി. നിങ്ങളുടെ സ്വന്തം സ്ഥലം എവിടെയാ? പുതിയല്ലോ. എവിടെ? കുന്നുംകൈ. ഇതാണ് നമ്മുടെ നാടിലൂടെ അങ്ങോട്ട് പോകണം. നമ്മുടെ പനങ്കാവ് കഴിഞ്ഞിട്ട് കുന്നുംകൈയിൽ പോകാൻ പറ്റുള്ളൂ, അത് പുതിയതൊരു പോകുമ്പോഴേ. ഓക്കെ. അപ്പോൾ ചെറിയ ചോദ്യം, അതായത് രാവിലെ എന്താ, ഉച്ചയ്ക്ക് വരുമ്പോൾ എന്താ കഴിച്ചത്? നിങ്ങൾ സാധാ ചോറും എന്തെങ്കിലും, പിന്നെ ഫിഷ് ഉണ്ടായിരുന്നു? ഫിഷ് ഏത് ഫിഷ് കഴിക്കുന്ന ഏറ്റവും ഇഷ്ടം? അല്ല, അവിടെ നീ സിറ്റിക്കാണ്, നല്ല ഫ്രഷ് മത്സ്യം കിട്ടൂലേ? കിട്ടും അല്ലേ? അപ്പോൾ എൻ്റെ ചോദ്യമാണ്, ചില ആൾക്കാർ ഇത് ചിക്കൻ കഴിക്കുന്ന ആൾക്കാരുണ്ട്, ചില ആൾ ബീഫ് കഴിക്കും, മട്ടൻ കഴിക്കും, അതുപോലത്തെ മത്സ്യം മാത്രം കഴിക്കുന്ന ആൾക്കാരുണ്ട്, ഇതൊന്നും കഴിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യമാണ്, ഇത് പലരും കഴിക്കുന്നതാണ്, നിങ്ങൾ 2 ആൾ കഴിച്ചിട്ടുണ്ട്, പലരും കഴിക്കുന്നതാണ്. ഇതിൻ്റെ ആദ്യ ഭാഗം ഒരു ഇംഗ്ലീഷ് അക്ഷരത്തിൻ്റെ ഉച്ചാരണമാണ്, മധ്യഭാഗം ഒരു അവയവത്തിൻ്റെ ഉച്ചാരണമാണ്, അവസാന ഭാഗം ഒരു ഹിന്ദി വാക്കാണ്. ഇത് 3ഉം ചേർന്ന പലരും കഴിക്കുന്നത് എന്താണ്? നിങ്ങൾ 2 ആളും കഴിച്ചിട്ടുണ്ട്. ഒരു ഐഡിയ ഇല്ല. നോ ഐഡിയ. ഓക്കെ സാർ, കാണാം. ഓക്കെ. അപ്പോൾ കഴിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഹലോ മോൾട്ടി, ഒന്ന് തിരിഞ്ഞെന്നേ. തിരിഞ്ഞേക്ക് ഒന്ന് പരിചയപ്പെട്ടു. മോള് വാ താഴേക്ക്. ജമ്പ് ഇവിടേക്ക്. ഓക്കെ. മോളുടെ പേര്? അസ്ല. കൂടെ വന്നാൾ അങ്ങോട്ട് പോയല്ലേ? ഓക്കെ. മോളുടെ വീട് എവിടെ? കടാങ്കോട്. അതെവിടെയാ? പള്ളി എവിടെയാ? വാരങ്കട എവിടെയാ? പള്ളീൻ്റെ ആട കടാങ്കോട്ടത്തിനടുത്ത് പള്ളി, ഇത് രണ്ടും ഓടിയാ വാരങ്കടവ് അല്ലേ? ഇനി എത്രാം ക്ലാസ്സോടെ പഠിക്കണ്ടേ? ഇപ്പം പഠിക്കുന്ന എത്രാം ക്ലാസ്സിലാ? 3ാം ക്ലാസ്. സ്കൂളിൻ്റെ പേര്? കടാങ്കോട് സ്കൂൾ. ഡ്രസ്സ് പർച്ചേസ് ചെയ്തോ? കേട്ടില്ല. അവിടെ എല്ലാവരും അവിടെയാണ്, അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. മോളുടെ ചെറിയ ചോദ്യം, ഇത് പലരും കഴിക്കുന്നതാണ്, പക്ഷെ മോള് കഴിച്ചിട്ടില്ല. പലരും കഴിക്കുന്നതാണ്. ഇതിൻ്റെ പേരിൻ്റെ ആദ്യ ഭാഗം ഒരു ഇംഗ്ലീഷ് അക്ഷരത്തിൻ്റെ ഉച്ചാരണമാണ്, മധ്യഭാഗം ഒരു അവയവത്തിൻ്റെ ഉച്ചാരണമാണ്, അവസാന ഭാഗം ഒരു ഹിന്ദി വാക്കാണ്. ഇത് 3ഉം ചേർന്ന പലരും കഴിക്കുന്നത് എന്താണ്? മോള് കഴിച്ചിട്ടില്ല. ഉച്ചക്ക് എന്താ കഴിച്ച? ചോറല്ലേ? ബിരിയാണിയാ? ചോറ്. അറിയോ? ഒരു പാട്ട് പാടുവോ? രണ്ടൊരു പാട്ട്. 2 വരി പഠിക്കോ? ചിരി മാത്രമേ ഉള്ളൂ, പാടുന്നില്ല. ഓക്കെ. അപ്പം പർച്ചേസ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം മോനൂട്ടൻ ഒരു പാൻറ് എടുത്തിട്ടുണ്ട്, അത് പുള്ളിക്കാരൻ്റെ സൈസ് കണക്കാണോ നോക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സിങ് റൂമിലേക്ക് പോകാൻ വേണ്ടി നോക്കണം. അതിനിടയ്ക്ക് ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയാണ്. മോൻ്റെ പേരെന്താ? നാഫി. എത്രാം ക്ലാസ്സിലാ? 6E. ഏതാ സ്കൂള്? അതെവിടെ? സ്കൂളിൻ്റെ മുഴുവൻ പേര്? എവിടെ? സിറ്റിയിൽ. അപ്പോൾ സിറ്റിയിലാണ് താമസിക്കുന്നത്. സാറിൻ്റെ പേര്? ഗഫൂർക്ക്. എന്ത് ചെയ്യുന്നു? കല്ലുമ്പുക്കായ്. ശരിക്കും കല്ലുമ്പുക്കായൻ്റെ ശരിയായ സീസൺ എപ്പോഴാണ്? ജനുവരി, ഡിസംബർ മുതൽ അങ്ങോട്ടുണ്ടാവും. ഡിസംബർ മുതൽ ഏത് മാസം വരെ ഉണ്ടാവും? ഡിസംബർ മുതൽ ഏപ്രിൽ വരെ ഉണ്ടാവും. അപ്പം ഇപ്പം സീസൺ കഴിഞ്ഞു. അൺസീസൺ. എന്നാലും നമുക്ക് മാർക്കറ്റിലേക്ക് കാണുമല്ലോ, അതവിടെ കിട്ടുന്നത്. ഈ ശരിക്കും നമ്മൾ ഈ കല്ലുമ്മക്കായ എന്ന് പറയുന്നത് പാറക്കെട്ടിന്റെ അടിയിൽ ഇങ്ങനെ വരുന്നതാണ് പണ്ട് പറയുന്നല്ലേ? പക്ഷെ ഇപ്പൊ അതിനെ കൃഷിയും ചെയ്യുന്നുണ്ട് അല്ലേ? ഏറ്റവും നല്ല ടേസ്റ്റ് ഏതായിരിക്കും? കടലിൽ നിന്ന് പിടിക്കുന്നതാണ്.
കടലിൽ നിന്ന് പിടിക്കുന്ന കല്ലുമൊക്കെയാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. വലുതാണോ ചെറുതാണോ ടേസ്റ്റ്? എല്ലാം അങ്ങനെയൊന്നുമില്ല, എല്ലാം കാണും. എല്ലാം നല്ലതാണ്. ഓക്കെ. അപ്പം ഡ്രസ്സ് എടുത്തില്ലേ? അപ്പം പെരുന്നാൾ ആശംസ രണ്ടുപേർക്കും. അപ്പം ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കുകയാണേ. ഉത്തരം പറയുകയാണെങ്കിൽ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനമുണ്ട്, അതുപോലെ തന്നെ സെഞ്ചുറി ഫാഷൻ നൽകുന്ന സമ്മാനമുണ്ട്. ചോദ്യം വെച്ചാൽ ഉച്ചക്ക് എന്താ കഴിച്ചേ? ഉച്ചക്ക് ചോറ്, കറി എന്തായിരുന്നു? മീൻ കറി. ഏത് മീന്? അയക്കൂറ. അയക്കൂറയാ? സത്യം? സത്യം. അടിപൊളി. കാരണം സിറ്റി ഭാഗത്തായതുകൊണ്ട് അയക്കൂറക്കൊന്നും ഒരു പഞ്ഞും ഉണ്ടായാലും നല്ല ഫ്രഷ് ആയിട്ടുള്ള മത്സ്യം കിട്ടും അല്ലേ? അതിൻ്റെ വലിയ കാര്യം. ഇപ്പോൾ ചെറിയ ചോദ്യമാണ്. മോൻ കഴിച്ചിട്ടില്ല, സാറ് കഴിച്ചിട്ടുണ്ട്. മോൻ കഴിച്ചിട്ടില്ല, സാറ് കഴിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള പലരും കഴിച്ചിട്ടുണ്ട്, ഇവിടെയുള്ള പലരും കഴിച്ചിട്ടില്ല. അതായത് ഇത് പലരും കഴിക്കുന്നതാണ്. അതിൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ആദ്യ ഭാഗം ഒരു ഇംഗ്ലീഷ് അക്ഷരത്തിൻ്റെ ഉച്ചാരണമാണ്. പലരും കഴിക്കുന്നതാണ്. അതിൻ്റെ ആദ്യ ഭാഗം ഒരു ഇംഗ്ലീഷ് അക്ഷരത്തിൻ്റെ ഉച്ചാരണമാണ്. മധ്യഭാഗം ഒരു അവയവത്തിൻ്റെ ഉച്ചാരണമാണ്. അവസാന ഭാഗം ഒരു ഹിന്ദി വാക്കാണ്. ഇത് മൂന്നും ചേർന്ന പലരും കഴിക്കുന്നത് എന്താണ്? ഓക്കെ, നടക്കട്ടെ. ഓക്കെ സാർ, കാണാം. ഓക്കെ. അപ്പോൾ നമ്മളൊരു ഫാമിലിയെ പരിചയപ്പെടുകയാണ്. സാറിൻ്റെ പേര്? ഫാസിൽ. ഫാസിൽ. സ്ഥലം? അലവിൽ. അലവിൽ നമ്മുടെ അലവിൽ ടൗൺ തന്നെയാണോ? ടൗൺ തന്നെ. അപ്പം ജോലി എന്താണ്? ഇവിടെയാണോ? ജോലി പുറത്താണ്. വിദേശത്ത് എവിടെയാണ്? ദുബായിൽ. പെരുന്നാളിനായിട്ട് ദുബായിൽ നിന്ന് വന്നതാണോ? ഇപ്പോൾ 2 മാസമായി. 2 മാസമായി. ഓക്കെ. മോൻ്റെ പേരെന്താ? ഫെബിൻ. ഫെബിൻ. എത്ര ക്ലാസ്സിലാ? 3. ഏതാ സ്കൂള്? അലവിൽ അലവിൽ നോർത്ത് LP സ്കൂള്. അപ്പോൾ അവിടെ സൗത്തിൽ സ്കൂളുണ്ടോ? ഈസ്റ്റിലുണ്ടോ? വെസ്റ്റിലും ഉണ്ട്. എല്ലാ ഭാഗത്തും സ്കൂളുണ്ട്. ഓക്കെ. മാഡത്തിൻ്റെ പേര്? നസ്രി. നിങ്ങൾക്ക് രണ്ടാൾക്കുള്ള ഡ്രസ്സ് എടുത്താ? അടുത്തതിന് മോനെ ഡ്രസ്സാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പാൻ്റാണ്? ഏതാ കളർ ഇഷ്ടം? റെഡാ. ഇപ്പോൾ ഇട്ടിരിക്കുന്ന റെഡാ. നല്ല അട്രാക്ഷൻ കളറാണ്. ഓക്കെ സാർ, അപ്പോൾ ഞാൻ ചെറിയൊരു ചോദ്യമാണ്. ഉത്തരം പറയുകയാണെങ്കിൽ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനമുണ്ട്, അതുപോലെ തന്നെ സെഞ്ചുറി ഫാഷൻ നൽകുന്ന സമ്മാനമുണ്ട്. ഇത് പലരും കഴിക്കുന്നതാണ്. അതാണ് അതിൻ്റെ ഉത്തരം. ഇത് സാറ് കഴിച്ചിട്ടുണ്ട്, മാഡവും കഴിച്ചിട്ടുണ്ട്, മോൻ കഴിച്ചിട്ടില്ല. സാറും കഴിച്ചിട്ടുണ്ട്. ഞാൻ ചോദ്യം പറഞ്ഞുതരാം. സാറ് കഴിച്ചിട്ടുണ്ട്, മാഡം കഴിച്ചിട്ടുണ്ട്, മോൻ കഴിച്ചിട്ടില്ല. എൻ്റെ ചോദ്യമാണ്, ഇത് പലരും കഴിക്കുന്നതാണ്. ഇതിൻ്റെ പേരിൻ്റെ ആദ്യ ഭാഗം ഒരു ഇംഗ്ലീഷ് അക്ഷരത്തിൻ്റെ ഉച്ചാരണമാണ്. മധ്യഭാഗം ഒരു അവയവത്തിൻ്റെ ഉച്ചാരണമാണ്. അവസാന ഭാഗം ഒരു ഹിന്ദി വാക്കാണ്. ഇത് മൂന്നും ചേർന്നത് പലരും കഴിക്കാറുണ്ട്. അതെന്താണ്? ആദ്യ ഭാഗം ഒരു ഇംഗ്ലീഷ് അക്ഷരത്തിൻ്റെ ഉച്ചാരണം, മധ്യഭാഗം ഒരു അവയവത്തിൻ്റെ ഉച്ചാരണം, അവസാന ഭാഗം ഒരു ഹിന്ദി വാക്ക്. ഇത് മൂന്നും ചേർന്നത് പലരും കഴിക്കുന്നതാണ്. എങ്കിൽ എന്താണ്? ഉത്തരത്തിൻ്റെ ഒരു ഭാഗത്തെത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ക്ലിയർ ചെയ്യാൻ സാധിച്ചില്ല. താങ്ക് യു. അപ്പോൾ നമുക്ക് അടുത്ത് കിട്ടിയോ? അപ്പോൾ നമ്മൾ ഒരു സഹോദരി ഒരു സഹോദരനുണ്ട് എൻ്റെ മുന്നിൽ. ആദ്യ സഹോദരൻ്റെ പേര്? മുഹമ്മദ്. എന്ത് മുഹമ്മദാ? മുഹമ്മദ് എസ് അല്ലേ? എസ് മനസ്സിലായി. എസിൻ്റെ ഫുൾ ഫോം എന്താണ്? സായിൻ്റെ അകത്ത്. എവിടെ വീട്? പുതിയൊരു എവിടെ? പള്ളിയിലെ. ഈ സ്കൂളിൽ പഠിക്കുന്നത്? ഞാൻ മയിൽ സ്കൂളിൽ. അപ്പം പുതിയൊരു മയിലേക്ക് പോകണം. സ്കൂൾ ബസ്സാണോ? അല്ലല്ല, പ്രൈവറ്റ് ബസ്സിന് പോകും. അപ്പം ബസ്സിന് എത്ര പൈസ ഉണ്ട് ടിക്കറ്റിന് അവിടത്തേക്ക്? 4 രൂപ. തിരിച്ചിങ്ങോട്ടേക്കും 8 രൂപ. പിന്നെ സ്കൂളിൽ എന്തെങ്കിലും സ്നാക്സോ മിഠായിക്ക് വാങ്ങിച്ചടിക്കണമെങ്കിൽ 2 രൂപ. മൊത്തം ഒരു ദിവസം 10 രൂപ. അപ്പം ഒരാഴ്ചയിൽ 6 ദിവസം 60 രൂപ. അപ്പോൾ ഒരു മാസം 24 ദിവസം സ്കൂളിൽ പോവുകയാണെങ്കിൽ എത്ര പൈസ വരും? ഒരു ദിവസം 10 രൂപ ചിലവ്. അപ്പോൾ 24 ദിവസം സ്കൂളിൽ പോകണമെങ്കിൽ എത്ര പൈസ വരും? ഒരു ദിവസം 10 രൂപ വെച്ചിട്ട് 24 ദിവസം സ്കൂളിൽ പോകാൻ ചിലവ് എത്ര പൈസ വരും? എത്ര വരും? അറിയില്ല. ഒരു ദിവസം 10 ദിവസത്തേക്ക് 100. ഒരു ദിവസം 10 ആകുമ്പോൾ 10 ദിവസത്തേക്ക് 100, 20 ദിവസത്തേക്ക് 200, 4 ദിവസത്തേക്ക് 40. അപ്പോൾ 240. ഓക്കെ, റെഡി. നമ്മളുടെ പേര്? ആയിഷക്കുട്ടി. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 6. ഏതാ സ്കൂള്? രാമഗുരു സ്കൂൾ. സ്കൂളിൻ്റെ അടുത്ത് തന്നെയാണ്? വീട്ടിനടുത്താണ് സ്കൂള്? ഇവന്റെ ഒപ്പം തന്നെ. ഇവന്റെ അനിയത്തിയാണ്. അല്ല, അനിയത്തിയാണ്. അപ്പോൾ ചേച്ചി അനിയത്തിയല്ല, അനിയനും അല്ലേ? ചേട്ടനും അനിയത്തി ഒരുമിച്ചാണ് സ്കൂളിൽ പോകുന്നത്? അല്ല, രണ്ടാളും സ്കൂൾ വെവ്വേറെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് വേറെ സ്കൂൾ ബസ് ഉണ്ടോ? സ്കൂൾ ബസ്സിലല്ല, നടന്നിട്ടാ. ചെറിയ ദൂരമേ ഉള്ളൂ. അപ്പോൾ ശരി, ചോദ്യം ചോദിക്കുകയാണ്. ഉച്ചക്ക് എന്താ കഴിച്ചേ? ഉച്ചക്ക് നോമ്പാണ് കഴിച്ചിട്ടില്ല. രണ്ടും കഴിച്ചിട്ടില്ല. ചോദ്യമാണ്,
ഇത് പലരും കഴിക്കുന്നതാണ്. നിങ്ങൾ രണ്ടാളും കഴിച്ചിട്ടില്ല, ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള പലരും ഇത് കഴിച്ചിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഇത് കഴിച്ചിട്ടേ ഇല്ല. ഒന്നുകൂടി പറയാം, ഇത് പലരും കഴിക്കുന്നതാണ്. നിങ്ങൾ രണ്ടുപേരും കഴിച്ചിട്ടില്ല, ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇവിടെ പലരും കഴിച്ചിട്ടുണ്ട്. ആ കഴിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ മതി. അതിന് ക്ലൂ തരാം. പലരും കഴിക്കുന്നതാണ്. അതിൻ്റെ ആദ്യ ഭാഗം ഒരു ഇംഗ്ലീഷ് അക്ഷരത്തിൻ്റെ ഉച്ചാരണമാണ്, മധ്യഭാഗം ഒരു അവയവത്തിൻ്റെ ഉച്ചാരണമാണ്, അവസാന ഭാഗം ഒരു ഹിന്ദി വാക്കാണ്. ഇത് മൂന്നും ചേർന്നാൽ പലരും കഴിക്കുന്നതാണ്. ഞാൻ കഴിച്ചിട്ടുണ്ട്, നിങ്ങൾ രണ്ടുപേരും കഴിച്ചിട്ടില്ല. ഇവിടെയുള്ള പല ചേട്ടന്മാരും ചേച്ചിമാരും കഴിച്ചിട്ടുണ്ട്. ഇത് അധികം ആളും ഒന്നേ കഴിക്കത്തുള്ളൂ. ഒന്ന് കഴിച്ച് തന്നെ കെട്ടിത്തിരിയുന്ന ആൾക്കാരുണ്ട്. ആ, പേര് റൈസ്, സ്ഥലം മാണിയൂരാണ്. ഒറ്റയ്ക്ക് വന്നിട്ടുണ്ടോ? പെങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, പർച്ചേസിങ് കഴിഞ്ഞോ? പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, എന്താ ജോലി എന്താ ചെയ്യുന്നത്? ഗൾഫിലാണ്. ശരി, ഇപ്പോൾ ചോദ്യമാണ്, പലരും കഴിക്കുന്നതാണ്. ഞാൻ കഴിച്ചിട്ടുണ്ട്, നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ല, അതാണ്, നിങ്ങൾ കഴിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. പിന്നെ ഇവിടെയുള്ള പല ആൾക്കാരും കഴിച്ചിട്ടുണ്ട്, ഇവിടെയുള്ള ആൾക്കാരും കഴിച്ചിട്ടുണ്ട്. എല്ലാവരും ഇത് അധികം ആൾക്കാരും ഒന്ന് വീതേ കഴിക്കാറുള്ളൂ. ചോദ്യമാണ്, പലരും കഴിക്കുന്നതാണ്. കിട്ടിയോ? പറഞ്ഞോണം. പലരും കഴിക്കുന്നതാണ്. ഇതിൻ്റെ ഉത്തരത്തിൻ്റെ ആദ്യ ഭാഗം ഒരു ഇംഗ്ലീഷ് അക്ഷരത്തിൻ്റെ ഉച്ചാരണമാണ്, മധ്യഭാഗം ഒരു അവയവത്തിൻ്റെ ഉച്ചാരണമാണ്, അവസാന ഭാഗം ഒരു ഹിന്ദി വാക്കാണ്. ഇത് മൂന്നും ചേർന്ന് പലരും കഴിക്കുന്നതാണ്. എന്താണ്? കല്യാണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആദ്യ ഭാഗം ക ഇംഗ്ലീഷ് അക്ഷരത്തിൻ്റെ ഉച്ചാരണമല്ല. അല്ല, അറിയില്ല. ഇത്രയും ക്ലൂ വന്നിട്ട് കിട്ടില്ല. അതിൻ്റെ ക്ലൂ വെച്ചാൽ നിങ്ങൾ കഴിച്ചിട്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങളുടെ ഭാര്യയുടെ പേരെന്താ? അപ്പം നിങ്ങൾ കഴിച്ചിട്ടുണ്ട്. ഇനി പറ, നിങ്ങളുടെ ഭാര്യയുടെ പേര് മുബഷീറ. ഓക്കെ, സാറ് ചോദ്യം കേട്ടല്ലേ. നിങ്ങളുടെ ഭാര്യയുടെ പേര് മുബഷീറ, അപ്പോൾ നിങ്ങൾ കഴിച്ചിട്ടുണ്ട്. വിവാഹം അതെങ്ങനെയാ? ആദ്യ ഭാഗം ഹിന്ദിയാണ്, ലാസ്റ്റ്. മധ്യഭാഗം ഒരു അവയവത്തിന് ഉച്ചാരണമാണോ? വായ. വി. ഇറ്റ്സ് വി. അപ്പോൾ കറക്റ്റ് ആണ്. വിവാഹം. എപ്പോഴാണ് കഴിച്ചേ? 2017. എല്ലാവരും ഒന്നല്ല കഴിച്ചിട്ടുള്ളൂ, കൂടുതൽ കഴിച്ചില്ലല്ലോ. അപ്പോൾ കല്യാണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇവിടെ അത് ആലോചിക്കുന്നത് പക്ഷെ അത് കിട്ടിയില്ല. അപ്പം അങ്ങനെ ആരെ അശരീരം കൊണ്ട് ഒന്നാണായിരുന്നു അവിടെ. ഫുഡിൻ്റെ പറഞ്ഞിട്ടില്ല, അത് തെറ്റിച്ചാണ്. കഴിക്കാന്ന് പറഞ്ഞില്ലല്ലോ, ഫുഡ് എന്ന് പറഞ്ഞിട്ടേ ഇല്ല. അല്ല, അത് കഴിക്കുന്ന വിവാഹം കഴിക്കുന്നതാണ്. കുസൃ ചോദ്യമാണ്. അപ്പോൾ എന്തായാലും അതായത് നമ്മൾ ചോദ്യത്തിൽ നിന്ന് വഴുതി പോകാൻ വേണ്ടി ഒട്ടകത്തിൻ്റെ ബിരിയാണിയുടെയും ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും കഴിക്കുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആലോചിച്ചിട്ട് അദ്ദേഹം കഴിക്കുന്ന ആക്കി. ഞാൻ ചോദിച്ചത് പലരും കഴിക്കുന്നതാണെന്നാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ കഴിച്ചണോ ചോദിച്ചു, ഭാര്യയുടെ പേരും പറഞ്ഞു. അപ്പോൾ ഉത്തരം വിവാഹമാണ്. പലരും കഴിക്കുന്നതാണ്, ഒന്നേ കഴിക്കാറുള്ളൂ, ചില ആൾക്കാർ രണ്ട് കഴിച്ചിട്ടുണ്ട്. വിവാഹത്തിൻ്റെ ആദ്യ ഭാഗം വി ഒരു ഇംഗ്ലീഷ് അക്ഷര ഉച്ചാരണമാണ്, മധ്യഭാഗം വ ശരീരഭാഗത്തിൻ്റെ അവയവമാണ്, അവയവത്തിൻ്റെ ഉച്ചാരണമാണ്, അവസാന ഭാഗം ഒരു ഹിന്ദി ഭാഗമാണ്. അത് ഹം, വിവാഹം. ഓക്കെ, അപ്പം എന്തായാലും സമ്മാനം തരാൻ വേണ്ടി പോകുന്നു. നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സ്നേഹ സമ്മാനമുണ്ട്. കൂടെ നമ്മുടെ സെഞ്ചുറി ഫാഷൻ നൽകുന്ന സമ്മാനമുണ്ട്, കല്യാണം കാലാതീതം. ഓക്കെ, അപ്പോൾ കാണാം. അപ്പോൾ പെരുന്നാൾ ആശംസകൾ. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ എല്ലാവരും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. മനസ്സിന് തൃപ്തിയാകുന്ന കാര്യങ്ങൾ കഴിക്കുക. അത് ഭക്ഷണമായാലും കല്യാണമായാലും എന്തായാലും ഭക്ഷണം കഴിക്കുമ്പോൾ നന്നായിട്ട് കഴിക്കുക. വിവാഹം കഴിക്കുമ്പോഴും കൃത്യമായി ആലോചിച്ച് കഴിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം അടുത്ത അധ്യായത്തിൽ.